അസ്സലാമലൈക്കും. ഇന്ന് സ്പെഷ്യലായിട്ടൊരു ഫ്രൈഡ് റൈസ് വെച്ചാലോ? അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണത് നോക്കാം. അതിലേക്കുള്ള ചേരുവകൾ പ്രോപ്കോളി ഉണ്ട്, അതേപോലെ തന്നെ ഒരു പകുതി പ്രോപ്കോളി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു സ്പ്രിംഗ് ഒണിയൻ്റെ അടിയിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്, സ്പ്രിംഗ് ഒണിയൻ എടുത്തിട്ടുണ്ട്, അതേപോലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കോ റെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കോ 3 തരം എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഫ്രൈഡ് റൈസ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഒന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ട് വെച്ചെങ്കിൽ 3 എടുത്തിട്ട് നീളത്തിൽ തന്നെ അരിഞ്ഞിട്ട് വെക്കണം. കട്ട് ചെയ്ത് വെക്കണം, നീളത്തിൽ പീസാക്കിയിട്ട് തന്നെ അരിഞ്ഞ് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഫ്രൈഡ് റൈസിലേക്ക് അത് വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുക. പ്രോപ്കോളി കൊണ്ട് വെറും പ്രോപ്കോളി ആയിട്ട് തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. ഫ്രൈഡ് റൈസിലേക്ക് പ്രോപ്കോളി ഞാൻ ആദ്യമായിട്ടാണ് വെച്ചിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് പറയണത്. നിങ്ങളിതുപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയുക. അപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, വലിയ പീസാക്കിയിട്ടാണ് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പം ഇതിൻ്റെ ലെഗ് പീസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ വരിഞ്ഞ് കൊടുത്ത ബ്രസ്റ്റ് പീസ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ലെഗ് പീസ് ഇതേപോലെ നമുക്ക് വേറെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുക്കുന്നത്. അപ്പോൾ ഒക്കെ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബ്രസ്റ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണില്ല കേട്ടോ. അത് വലിയ പീസാക്കി തന്നെ പാനിലിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. ചിക്കൻ തൊലിയോട് കൂടെ തന്നെയാണ് കേട്ടോ വരിഞ്ഞെടുക്കുന്നത്. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റി ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടോ കഴിച്ചിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യണത്. നിങ്ങൾക്കും ഇതേപോലെ ട്രൈ ചെയ്താൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാം. ഇത് വലിയ പീസാക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ചെറിയ പീസാക്കിയിട്ടും ഇതേപോലെ ഫ്രൈഡ് റൈസ് വെച്ച് നോക്കാം. ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ പ്രോപ്കോളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ കല്ലുപ്പും സുറുക്കിയിട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, അതേപോലെ ഇത്തിരി സുറുക്കി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ഇതിൻ്റെ നെയ്യും അതേപോലെ അഴുക്കൊക്കെ നന്നായിട്ട് വൃത്തിയായി കിട്ടും. ചിക്കൻ ഒരു 10-15 മിനിറ്റ് തന്നെ കല്ലുപ്പിലും സുർക്കയിലും ഇട്ട് വെച്ചാൽ ചിക്കൻ സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇതിൽ ഓരോ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ തന്നെ പെപ്പർ ഇട്ട് കൊടുക്കുക, ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക, ക്രഷ് ചില്ലി ഇട്ട് കൊടുക്കുക. ക്രഷ് ചില്ലി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പെപ്പർ കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഒരു അര പീസ് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഫ്രൈഡ് റൈസിലേക്കല്ലാതെ തന്നെ ഇതേപോലെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഈ 1 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 15 മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ, വലിയ പീസാണെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് വെക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു അര പീസ് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ സോയാ സോസ് ഒഴിച്ച് കൊടുക്കട്ടോ, ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈഡ് റൈസിലേക്കുള്ള അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 കപ്പ് അരിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂറോളം ഫ്രൈഡ് റൈസിൻ്റെ അരി കുതിർത്തി വെച്ചിട്ടുണ്ട്.
അരി വലുതാണ് എടുത്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസിലേക്കൊക്കെ എപ്പോഴും വലിയ അരി തന്നെ വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അരി റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടില്ലേ, ഇരുമ്പ് ഫ്രൈ പാനിലാണ് കേട്ടോ ഞാനിത് ചുട്ടെടുക്കുന്നത്. മൂടി വെച്ചിട്ട് തന്നെ വെള്ളം ഉണ്ടാവും, അപ്പോൾ മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. അതിൻ്റെ മീതെ ഒരു 4 ചുള വെളുത്തുള്ളിയും വെച്ച് കൊടുക്കുക, ഒരു ബട്ടറും വെച്ച് കൊടുക്കുക. ബട്ടർ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ചെയ്ത് കൊടുക്കണ്ട. അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിലേക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. അതിൻ്റെ മീതെ ഒരു കഷ്ണം ബട്ടർ വെച്ച് കൊടുക്കുക. അരിയിട്ട് കൊടുത്തിട്ട് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുനാരങ്ങ നീരും ഓയിലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ചുള വെളുത്തുള്ളി ചെറിയ പീസാക്കി തന്നെ അരിഞ്ഞ് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പ്രോപ്കോളി, സ്പ്രിംഗ് ഓണിയൻ്റെ അടിയിലുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതേപോലെ തന്നെ കൂടുതൽ വേവിക്കാൻ പാടില്ല കേട്ടോ പച്ചക്കറി. ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ തന്നെ വെന്ത് കിട്ടും. ക്യാപ്സിക്കം 3 കളറുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയാവും കേട്ടോ ഫ്രൈഡ് റൈസിലേക്ക്. അതേപോലെ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക, ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് പറയണം. ഒരു 5 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ചിക്കൻ വലിയ പീസാക്കി എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. വലിയ പീസാക്കി ഇതേപോലെ ചെയ്തിട്ട് നമുക്കത് ചോറിലേക്ക് ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചോറ് റെഡിയായി. ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക, അരി പൊടിയരുത്. നല്ലൊരു വെജിറ്റബിളായിരുന്നു. പോപ്കോളിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ അരിക്ക്. അതേപോലെ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അതേപോലെ കോളിഫ്ലവർ കൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലും അടിപൊളിയാണ്. ഫ്രൈഡ് റൈസ് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. നന്നായിട്ട് തന്നെ ചെയ്തെടുത്താൽ ഫ്രൈഡ് റൈസിലേക്ക് വേറെ ഒന്നും വേണ്ട. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ലോങ് വീഡിയോ ആണ്, നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് പറയണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.